Hey all, welcome back to my channel. So ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇന്നലെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. വെരി വെരി ഹാപ്പി ആൻഡ് വെരി എക്സൈറ്റഡ്. താങ്ക്സ് ടു ഈച്ച് വൺ ഓഫ് മൈ സബ്സ്ക്രൈബർ ഫ്രണ്ട്സ്. നിങ്ങളുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും 1000 സബ്സ്ക്രൈബേഴ്സ് റീച്ചായി, നമ്മുടെ ഫാമിലി വലുതായി. അപ്പോൾ ആക്ച്വലി ഇന്നലെ വേറൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്. 14 years ബാക്ക്, അതായത് 2005 മാർച്ച് 5th ആണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ പ്രൊപ്പോസ് ചെയ്തതും ഞാൻ അക്സെപ്റ്റ് ചെയ്തതും. അപ്പോൾ ഇന്നലെ രാവിലെ ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കാണിച്ചത് കണ്ടോ 991 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നോക്കിക്കോ ഇന്ന് 2 സെലിബ്രേഷനും കൂടി ഉണ്ടാവും, നിനക്ക് ഇന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് ആവും. ഞാൻ പറഞ്ഞു പിന്നെ ഒരു ദിവസം കൊണ്ട് 9 സബ്സ്ക്രൈബേഴ്സൊന്നും ഒരിക്കലും കിട്ടത്തില്ല, സമയം എടുക്കും, 2 ദിവസമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ബെറ്റ് വെച്ചിട്ടാണ് പോയത്. ഇല്ല നോക്കിക്കോ ഇന്ന് എന്തായാലും 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യും. അപ്പം അങ്ങനെ പോയി ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത്. ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ട്. അങ്ങനെ നമ്മൾ അവസാനം 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു. ഇപ്പോൾ 1004 സബ്സ്ക്രൈബേഴ്സ് ആയി. ആക്ച്വലി ഇന്നലെ എൻ്റെ നെറ്റിന് എന്തോ പ്രശ്നമായിരുന്നു. ഡേറ്റ സേവർ ഓൺ ആക്കാതെ പെട്ടെന്ന് തന്നെ നെറ്റ് തീർന്നു പോയി. അപ്പം എനിക്കൊന്നും നോക്കാനും പറ്റിയില്ല, ഉടനെ ഒരു വീഡിയോ ഇടാനും പോലും ഒന്നും പറ്റിയില്ല. ഐ എം സോ സോറി ഫോർ ദാറ്റ്. ഇന്നലെ പക്ഷെ ശരിക്കും ഇപ്പോഴാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഈ വീഡിയോ ഉണ്ടാക്കുമ്പോൾ. ഇന്നലെ അത്രയും വലിയ എക്സൈറ്റ്മെൻറ്റ്, ഈ നെറ്റും വീഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ടായിരിക്കും തോന്നുന്നു, വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് മാർച്ച് 5th നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഫാമിലി 1000 സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്തതും പിന്നെ ഞങ്ങളുടെ പ്രൊപ്പോസൽ ആൻഡ് അക്സെപ്റ്റൻസ് ആനിവേഴ്സറി 14th ആനിവേഴ്സറിയും കൂടി ആയിരുന്നു. അപ്പോൾ ഐ ആം റിയലി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. അപ്പോൾ പിന്നെ ഞാൻ താങ്ക് യു പറയണം. എന്താ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എത്ര താങ്ക്സ് പറഞ്ഞാലും അത് ശരിയാവില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഈച്ച് വൺ ഓഫ് യു. ഞാൻ ഈ ഓരോ സബ്സ്ക്രൈബർ ഫ്രണ്ട്സിനും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് താങ്ക് യു പറഞ്ഞു എന്ന് വിചാരിക്കുക. താങ്ക് യു ടു ഈച്ച് വൺ ഓഫ് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ 1000 സബ്സ്ക്രൈബേഴ്സും ഞാൻ പിന്നെയും വീഡിയോസ് ഇടുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ ഇതൊക്കെ നിർത്തിയിട്ട് പോകേണ്ടതായിരുന്നു. പിന്നെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടി വരുമ്പോൾ അങ്ങനെയാണ് സബ്സ്ക്രൈബർ ഫ്രണ്ട്സ്, പിന്നെ മൈ ഫാമിലി, മൈ ഫ്രണ്ട്സ്, പിന്നെ മെയിനായിട്ട് വീണ ചേച്ചി. അപ്പം ഞാൻ വീണ ചേച്ചീനെ അതിൽ ടാഗ് ചെയ്തിട്ടോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പം അത് ശരിയാവത്തില്ല, അത് ചാലഞ്ചിന് വേണ്ടിയിട്ട് അതൊരു ഇത് തന്നതല്ലേ, അപ്പം നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയാവില്ല. അപ്പം അതുകൊണ്ട് വീണ ചേച്ചി താങ്ക് യു സോ മച്ച്. വീണ ചേച്ചിയുടെ ഞാൻ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെയും കുറേ സബ്സ്ക്രൈബേഴ്സ് ഫ്രണ്ട്സിനെ കിട്ടി, കുറേ റീച്ച് കിട്ടിയത് വീണ ചേച്ചിയുടെ ആ ഒറ്റൊരു വീഡിയോ കൊണ്ടാണ്. ഞാൻ ശരിക്കും വേറെ ഒന്നും വിചാരിച്ചിട്ടൊന്നും ചെയ്തില്ല. ഞാൻ അത്രയ്ക്കും ഒരു ഫാനായിരുന്നു വീണ ചേച്ചിയുടെ. അതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ ഇട്ടത്. പക്ഷെ ആ വീഡിയോ കൊണ്ട് ഇങ്ങനെ ഇത്രയും ആൾക്കാരെന്താ ഇത്രയും ഫ്രണ്ട്സിനെ കിട്ടും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഈച്ച് വൺ ഓഫ് യു ആർ സ്പെഷ്യൽ ടു മീ ആൻഡ് ഈച്ച് വൺ ഓഫ് യു താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രൈബിങ് മീ, ഫോർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ, ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് താങ്ക്സ് പറയാനായിരുന്നു മെയിനായിട്ട്. താങ്ക് യു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. എത്ര താങ്ക്സ് പറഞ്ഞാലും അത് മതിയാവില്ല എന്ന് തോന്നുന്നു. അപ്പം പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗെറ്റ് ടു നോ മീ വീഡിയോ. അപ്പോൾ കുറച്ച് പേര് എനിക്ക് ക്വസ്റ്റ്യൻസൊക്കെ അയച്ചായിരുന്നു. എന്തൊക്കെയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഇങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാം, അത് എന്ത് വീഡിയോ ആയിട്ട് വേണമെന്ന് ചോദിച്ചപ്പോൾ ഗെറ്റ് ടു നോ മീ വീഡിയോ ആയിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചിലത് റിപ്പീറ്റഡ് ആയിരിക്കും. അപ്പം ഞാൻ ആ വീഡിയോ ഒക്കെ ആൻസർ പറയാം. അപ്പം കം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. വൺസ് അഗൈൻ താങ്ക് യു ഈച്ച് വൺ ഓഫ് യു. ലവ് യു സോ മച്ച്. പേഴ്സണൽ താങ്ക്സ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് മൈ സബ്സ്ക്രൈബർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗെറ്റ് ടു നോ മീ വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ പറയാം. അപ്പോൾ ഫസ്റ്റ് എൻ്റെ പേര് ജനനിയാണ്. ജനനി ഗൗതമനാണ് ഒഫീഷ്യൽ നെയിം. എൻ്റെ അപ്പയുടെ പേര് ഗൗതമൻ, എൻ്റെ പേര് ജനനി. അപ്പം ജനനി എന്ന് പറഞ്ഞാൽ ജനനം, അമ്മ,
ആണ് മീനിങ്. ക്രിസ്ത്യാനിറ്റിയിൽ മാതാവിൻ്റെ പേരും പിന്നെ ഹിന്ദുയിസത്തിൽ മൂകാംബികയുടെ പേരാണ് ജനനി. അപ്പോൾ ജനനി ഗൗതമൻ. എനിക്കിപ്പം 33 ഇയേഴ്സായി, 33 വയസ്സായി. ഞാൻ എൻജിനീയറിങ് പഠിച്ചതാണ്, BTech IT-യും പിന്നെ ME സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്. കല്യാണത്തിന് മുമ്പ് ഞാൻ കോയമ്പത്തൂരിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു 1.5 to 2 years അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞപ്പം റെസിഗ്നേഷൻ ലെറ്ററൊക്കെ കൊടുത്ത് ഫ്ലൈറ്റ് കയറാൻ റെഡിയായി. പിന്നെ എൻ്റെ വീട്ടിൽ അപ്പ അമ്മ ഒരു ബ്രദറുണ്ട്. എൻ്റെ വീട് കുന്നൂരിലാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ചങ്ങനാശ്ശേരി. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അമ്മ അച്ചാച്ചൻ പിന്നെ ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്ററുടെ കല്യാണം കഴിഞ്ഞു. സിസ്റ്ററിന് ഒരു മോളുണ്ട്. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ഇപ്പം ഇനി ഫാബി ചോദിച്ചതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ പറയാം. ഈ മലയാളി മങ്ങനെ എങ്ങനെ കണ്ടുപിടിച്ചു? അപ്പം ഞാൻ കണ്ടുപിടിച്ചതല്ല കേട്ടോ, ആ മലയാളി മങ്ങൻ എന്നെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ കോളേജിൽ വെച്ചിട്ടാണ് എന്നെ കണ്ടുപിടിച്ചത്. ഞങ്ങൾ കോളേജിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്. പിന്നെ നേരത്തെ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടാണ് ഇഷ്ടപ്പെട്ട് കല്യാണമൊക്കെ കഴിച്ചത്. ഇതുവരെ പഠിച്ചു ഞാൻ ME വരെ പഠിച്ചിട്ടുണ്ട്, BTech പിന്നെ ME പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എൻജിനീയറിംഗ്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് നാടും തമ്മിലുള്ള ഡിഫറൻസ് കുറേ ഡിഫറൻസ് ഉണ്ട്. എല്ലാം ഡിഫറെൻ്റ് അല്ലേ, ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഡിഫറെൻറ്റ് ക്ലൈമറ്റ്, പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുന്ന രീതി, ലാംഗ്വേജ്, അങ്ങനെ ടോട്ടലി എല്ലാം ഡിഫറെൻ്റാണ്. പിന്നെ നമ്മളെല്ലാവരും ഇന്ത്യൻ്റെ അകത്തു നിന്നുള്ള എന്താ സിമിലാരിറ്റി, ഒരു കോമൺ ഫാക്ടർ മാത്രമേ ഉള്ളൂ. ബാക്കി മോസ്റ്റ് ഓഫ് ദി തിങ്സ് ആർ ഡിഫറെൻറ്റ്. മോസ്റ്റ്ലി എല്ലാം മാനേജ് ചെയ്തു. അപ്പം ടോട്ടലി എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. കോമൺ ഫാക്ടേഴ്സ് തീരെ കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ടോട്ടലി എവറിത്തിങ് വാസ് ഡിഫറെൻറ്റ്. അങ്ങനെ ആണ്, ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ എങ്ങനെ മാനേജ് ചെയ്തെന്ന് പറഞ്ഞാൽ ആക്ച്വലി പറഞ്ഞ പോലെ കൾച്ചർ ടോട്ടലി എല്ലാം ഡിഫറെൻ്റാണ്. ഫുഡ്, കൾച്ചർ, പിന്നെ ലാംഗ്വേജ്, പിന്നെന്താ റിലീജിയൻ, അങ്ങനെ മൊത്തത്തിൽ റൊട്ടീൻ, ഒരു ഡെയിലി റൊട്ടീൻ വരെ അവിടെ ഇവിടെയും തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ആക്ച്വലി ഞങ്ങൾ ഒരു 7 years, കല്യാണത്തിന് മുമ്പ് ഒരു 7 years ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക് ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ വരുമ്പം എൻ്റെ ഹസ്ബൻഡ് വീട്ടിലോ ഫാമിലിയിലോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരും പറയാൻ പാടില്ല, കണ്ടോ ഇങ്ങനെ തന്നെ സെലക്ട് ചെയ്തിട്ട് ഉള്ള, ഞങ്ങൾ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വരത്തില്ല, തന്നെ സെലക്ട് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നവും, അങ്ങനെ ആരെയും കൊണ്ട് ചിന്തിക്കാനും പറയിപ്പിക്കാനും പാടില്ല എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഭയങ്കര എന്താ പറയുക സീരിയസ് ആയിരുന്നു. ഐ വാസ് ലൈക്ക് വെരി ഡിറ്റർമിൻഡ് ഓൺ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈവൻ അതർവൈസ് ഞാൻ ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഞാൻ എന്തിനാണെങ്കിലും ഞാൻ പെട്ടെന്ന് ഡിറ്റർമിൻഡ് ഓൺ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈവൻ അതർവൈസ് ഞാൻ ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഞാൻ എന്തിനാണെങ്കിലും ഞാൻ പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവും, അക്കോമഡേറ്റ് ആവും. അപ്പോൾ അതൊരു നല്ലൊരു ഫാക്ടറാണ്. എൻ്റെ അപ്പയും അമ്മയും അങ്ങനെ എന്നെ വളർത്തിയിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാനേജ് ചെയ്യുന്നത്. പിന്നെ അഫ്കോഴ്സ് ഫാമിലി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എൻ്റെ അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ അമ്മയും സിസ്റ്ററും അച്ചാച്ചനും എല്ലാവരും ആണെങ്കിലും പിന്നെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആണെങ്കിലും ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ മെയിനായിട്ട് ഐ വാസ് ലൈക്ക് പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. ഇങ്ങനെ വലിയൊരു ട്രാൻസിഷൻ ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു. പിന്നെ പൊതുവേ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരു പെണ്ണ് വേറെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവും. നമ്മളെ വീട്ടിലുള്ളതുപോലെ ഉണ്ടാകത്തില്ലല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് പൊതുവേ മേ ബി നമ്മൾ ലേഡീസ് മേ ബി വി ആർ ഡിസൈൻഡ് ലൈക്ക് ദാറ്റ് ടു അഡ്ജസ്റ്റ്. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് അല്ല നമ്മളതിനെ അക്സെപ്റ്റ് ആവാൻ, ഇങ്ങനെ പുതിയൊരു എൻവിറോൺമെൻറ്റിൽ പോകുമ്പോഴും നമ്മൾ അത് എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് അഡ്ജസ്റ്റ് ആയി പോകുന്നത് മേ ബി നമുക്ക് നാച്ചുറലായിട്ട് അത് ഇൻബിൽറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് പാടായിരുന്നു. ഓഫ്കോഴ്സ് ഞാൻ പാടുന്നല്ല ഈസി ആയിരുന്നു എന്ന് ഞാൻ പറയത്തില്ല, സ്മൂത്ത് ആയിരുന്നു എന്നൊക്കെ പറയത്തില്ല. പക്ഷെ ഐ ടുക്ക് ഇറ്റ് സ്മൂത്ത്ലി. ഇച്ചിരി കൂടി സ്മൂത്തായിട്ട് ഞാൻ വലിയ ഇഷ്യൂസൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ
സ്മൂത്തായിട്ട് ഞാനത് ഹാൻഡിൽ ചെയ്തു. അപ്പം അതാണ് എങ്ങനെ മാനേജ് ചെയ്തു, ഡിഫറൻസിനെ എങ്ങനെ മാനേജ് ചെയ്തു. പിന്നെ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുമ്പം ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആവും. അതിൽ തെറ്റൊന്നും ഉണ്ടാവരുത്. ബിക്കോസ് ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പം വെൻ യു ഡു ഇറ്റ് വിത്ത് ലോഡ് ഓഫ് ലവ്, കുറച്ച് ഇംഗ്ലീഷ് കൂടുന്നു എന്ന് എനിക്കറിയാം. സോ വെൻ യു ഡു ഇറ്റ് വിത്ത് ലോഡ് ഓഫ് ലവ് ഫോർ ദ പേഴ്സൺ യു ലവ്, I'm sure you can handle anything. എന്താണെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാം. അതാണ്. അപ്പം ഓക്കെ പിച്ചുമ്പിയും പറഞ്ഞു എന്ന് തോന്നുന്നു. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. സോ അന്ന് സംഭവിച്ച അബദ്ധങ്ങൾ, ആക്ച്വലി ഞാനൊരു ലൗഡ് മൗത്താണ്. ലൗഡ് മൗത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി വർത്തമാനം പറയും. പിന്നെ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ മറച്ചു വെക്കണം, എന്തൊക്കെ കാര്യം പറയാൻ പാടില്ല, ആരോട് എന്ത് കാര്യം പറയാൻ പാടില്ല, ആരോട് എന്തൊക്കെ കാര്യങ്ങൾ പറയാവുള്ളൂ, അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു ആദ്യം കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത്. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആവശ്യമില്ലാത്ത ആൾക്കാരോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും അൺകംഫർട്ടബിൾ സിറ്റുവേഷനൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങ് അറിഞ്ഞുകൊണ്ട് പറയുന്നതോ ചെയ്യുന്നതോ ഒന്നല്ല. അത് നമ്മളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നെ പാചക ലോകത്തിലേക്കുള്ള കണ്ടുവരവ്. ആക്ച്വലി എനിക്ക് കുക്കിംഗ് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒത്തിരി സാധനങ്ങൾ ഞാനങ്ങനെ എക്സ്പെരിമെൻറ്റ് അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ബേക്കിംഗ്, പേസ്ട്രീസ്, ഡെസേർട്ട്സ് അതൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടേ ഇല്ല. ഇവിടെ മോനും ഇഷ്ടമല്ല, എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ കുക്കിംഗ് എൻ്റെ സ്പെഷ്യലായിരുന്നു. അപ്പം ഞാൻ ഒരു 6th 7th സ്റ്റാൻഡേർഡിൽ ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ എൻ്റെ അപ്പ പറയും എപ്പോഴും ഇങ്ങനെ, ചില പെണ്ണുങ്ങളൊക്കെ പറയും, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ വലിയ സ്റ്റൈലാണെന്ന് വിചാരിക്കും. അങ്ങനെ നീ IAS ആയാലും ഡോക്ടർ ആയാലും എൻജിനീയർ ആയാലും ആരായാലും എൻഡ് ഓഫ് ദി ഡേ ഒരു വീട്ടമ്മയാണ്. അപ്പം നിൻ്റെ ഫാമിലിക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരാളായിരിക്കണം. അതുകൊണ്ട് സൺഡേസ് മിക്കവാറും എന്നെക്കൊണ്ട് എൻ്റെ അപ്പ കുക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആണ് എനിക്ക് കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് തുടങ്ങിയത്. പിന്നെ കോളേജ്, ഹോസ്റ്റല്, പിന്നെ വർക്കിങ്, ജോബ് അങ്ങനെയൊക്കെ ആയപ്പം പിന്നെ ഇച്ചിരിയും കൂടി അങ്ങനെ ചാൻസ് കിട്ടാതെ ആയി. അങ്ങനെ പിന്നെ എനിക്ക് ഈ സ്പൈസി ആയിട്ട് ഈ കറികൾ, തോരൻ അതൊക്കെ ട്രൈ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അല്ലാതെ ഡെസേർട്ട്സ്, പുഡിങ്, ബേക്കിംഗ് അതൊന്നും അധികം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ചെറുതിലേ എനിക്ക് കുക്കിംഗ് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ കേരളത്തിൽ എനിക്കിഷ്ടമുള്ളത് ഓഫ്കോഴ്സ് എൻ്റെ ഹസ്ബൻഡ്. കേരളത്തിൽ നിന്നല്ല എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കിട്ടിയത്. കേരളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ ഹസ്ബൻഡ്. ചുമ്മാ അല്ല, സത്യമാണ്. ഐ ലൈക്ക് എവറിത്തിങ് അബൌട്ട് കേരള പീപ്പിൾ, എൻവിറോൺമെൻറ്റ്, നേച്ചർ എല്ലാം ഇഷ്ടമാണ്. ഒരു കാര്യം ചോദിച്ചാൽ എനിക്ക് ക്ലൈമറ്റ്, ഇവിടുത്തെ ക്ലൈമറ്റ് ഒട്ടും പറ്റത്തില്ല. ഭയങ്കര ചൂട്, ഹ്യൂമിഡിറ്റി അല്ലേ. അതുകൊണ്ട് ക്ലൈമറ്റ് മാത്രമേ എനിക്ക് കേരളത്തിൽ ഇച്ചിരി പ്രശ്നമുള്ളൂ. ബാക്കി എല്ലാ കാര്യവും ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമാണ്, ആൾക്കാരെ ഇഷ്ടമാണ്. ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ഫുഡും പിന്നെ ഇവിടുത്തെ നേച്ചറും എൻവിറോൺമെൻറ്റും എല്ലാം എനിക്ക് കേരളത്തിൽ ഇഷ്ടമാണ്. മെയിനായിട്ട് എൻ്റെ ഹസ്ബൻഡ്. പിന്നെ എന്താണ് തമിഴ്നാട്ടിൽ എന്താണ് മിസ് ചെയ്യുന്നത്? ഓഫ്കോഴ്സ് നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നാലും നമ്മുടെ വീട് നമ്മൾ മിസ് ചെയ്യത്തില്ലേ? നമ്മുടെ അച്ഛനെയും അമ്മേനെയും നമ്മുടെ സ്വന്തം വീടും അങ്ങനെയാണ്. ഐ മിസ് എവറിത്തിങ് അബൌട്ട് തമിഴ്നാട്. ഐ മിസ് എവറിത്തിങ്. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യമൊന്നും പറയാനൊന്നുമില്ല. ഐ മിസ് എവറിത്തിങ് അബൌട്ട് തമിഴ്നാട് ആൻഡ് ഐ മിസ് എവറിത്തിങ് അബൌട്ട് മൈ ഹോം. പിന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആക്ച്വലി ഞാൻ വീനാസ് കറി വേൾഡിൻ്റെ ചാലഞ്ചിൽ പറഞ്ഞത് തന്നെയായിരുന്നു. ഇങ്ങനെ ജോലി കിട്ടി പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ അന്ന് ഞാൻ കുറേ അവിടെ ഇവിടെയൊക്കെ തപ്പി, സ്റ്റേ അറ്റ് ഹോം വർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള കുറേ തപ്പി. എന്നിട്ടൊന്നും കിട്ടാതെ അവസാനം ഔട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ ഞാൻ അന്ന് ഒരു വീഡിയോ എടുത്തു. അത് ഞാൻ പോസ്റ്റും ചെയ്തു. ആ വീഡിയോ ആയിരിക്കും ഏറ്റവും പൊട്ട വീഡിയോ. പിന്നെ അത് ഞാൻ വീണു ചേച്ചിയായിട്ടൊരു കോയിൻസിഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു അതും ആദ്യമായിട്ടിട്ടൊരു തേങ്ങ അരച്ച മീൻകറിയാണ്. അപ്പം അത്
അതാണ്. അപ്പം ഞാനൊന്നും ആലോചിച്ചില്ല, എന്തെങ്കിലും ചെയ്യണം, വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ അന്ന് ആ വീഡിയോ എടുത്തിട്ടത്. അപ്പം തേങ്ങ അരച്ച് മീൻകറി ഇപ്പോൾ പോയി കണ്ടാലും ഉണ്ടാവും. ഒരു 5th വീഡിയോ ആയിട്ട് 4th or 5th വീഡിയോ ആണ് എൻ്റെ ഇതിൽ പ്ലേലിസ്റ്റിൽ വരും. പ്ലേലിസ്റ്റിലല്ല, വീഡിയോസിൻ്റെ ലിസ്റ്റിൽ വരും. തേങ്ങ അരച്ച് മീൻകറി. ഒന്നും ആലോചിച്ചൊന്നുമില്ല, വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണം, സക്സസ്ഫുൾ ആവണം എന്നുള്ള ഒരു ഇതിലാണ്. എല്ലാവർക്കും തോന്നാറുണ്ടല്ലോ, പിന്നെ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, വീട്ടിലുണ്ടാവണം, ഹസ്ബൻഡിനും കൊച്ചിനും നമ്മൾ ആവശ്യമുണ്ട്, അതുപോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനും പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അത് ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫാബിയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ബീന പി വിയുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഏജ് 33. എൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് കുണ്ണൂർ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് എവിടെയാണ്? ഹസ്ബൻഡിൻ്റെ വീട് ചങ്ങനാശ്ശേരി. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും പിന്നെ ഒരു ബ്രദറും. എൻ്റെ അപ്പ ഡോക്ടറാണ്. എൻ്റെ ബ്രദറും ഇപ്പോൾ മെഡിസിൻ കഴിഞ്ഞിട്ടിരിക്കുക. അമ്മയ്ക്ക് ജോലിയുണ്ടോ? എൻ്റെ അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല. എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫാണ്. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് എവിടെ വെച്ചാണ് മീറ്റ് ചെയ്തത്? ആ ലവ് സ്റ്റോറി വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. എങ്ങനെ കണ്ടു, എങ്ങനെ സംസാരിച്ചു, എങ്ങനെ പ്രൊപ്പോസ് ചെയ്തു, എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു, കല്യാണം വീട്ടിൽ എങ്ങനെ പറഞ്ഞു, പിന്നെ വീട്ടിൽ എങ്ങനെ ആൾക്കാർ റിയാക്ട് ചെയ്തു, അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഞങ്ങൾ കോളേജിൽ വെച്ചാണ് കണ്ടത്. നേരത്തെ പരിചയമൊന്നുമില്ലായിരുന്നു. കോളേജിൽ ഞാൻ ഫസ്റ്റ് ഇയറിലും എൻ്റെ ഹസ്ബൻഡ് 3rd ഇയറിലായിരുന്നു. അങ്ങനെ കോളേജിൽ വെച്ചാണ് കണ്ടത്. പിന്നെ നേരത്തെ പരിചയമുണ്ടായിരുന്നു ഇല്ല. ലവ് സ്റ്റോറി ഞാൻ വേറെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. പിന്നെ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കാക്കനാടിലാണ്. പിന്നെ ഞങ്ങളുടെ സ്വന്തം സ്ഥലം ചങ്ങനാശ്ശേരി ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ നമ്മൾ റെൻറ്റഡ് ഫ്ലാറ്റാണ്, സ്വന്തം ഫ്ലാറ്റ് അല്ല. പിന്നെ സെർവൻറ്റ് ഉണ്ടോ? സെർവൻറ്റ് ഇല്ല. ഞാൻ തന്നെയല്ല മാനേജ് ചെയ്യാറുള്ളത്. എല്ലാം ഇൻ ദ സെൻസ് കുക്കിംഗ്, ക്ലീനിങ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഖത്തറിൽ ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു ശീലം ഇതുവരെ ഞാനങ്ങനെ സെർവൻസിനൊന്നും വെച്ചിട്ടൊന്നുമില്ല. ആ ഒരു പ്രാവശ്യം മാത്രം, സുഖമില്ലാത്ത സമയത്ത് ഒരു പ്രാവശ്യം ക്ലീനിങ്ങിന് മാത്രം വിളിച്ചിട്ടുള്ളൂ. അല്ലാതെ ഞാനങ്ങനെ എനിക്ക് സെർവൻസിനെ വെച്ചിട്ടില്ല, ഇഷ്ടമില്ല, വെക്കത്തുമില്ല എന്ന് തോന്നുന്നു. എൻ്റെ അമ്മയ്ക്കും ആണെങ്കിലും ഇതുവരെ അങ്ങനെ സെർവൻസ് ഒന്നുമില്ല. പിന്നെ വേറെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന എന്ത് ഫുഡാണെങ്കിലും എനിക്കിഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ അമ്മ നല്ലൊരു കുക്കാണ്. അമ്മ എൻ്റെ ഫാമിലിയിൽ തന്നെ നല്ലൊരു കുക്കാണ്. വെജിറ്റേറിയൻ ഫുഡാണെങ്കിലും നോൺ വെജിറ്റേറിയൻ ഫുഡാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട്, സ്നാക്സൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും എൻ്റെ അമ്മ. പിന്നെ ഞങ്ങളുടെ ഫാമിലി റെസിപ്പിയായ ഒരു ഇതുണ്ട്, പരിപ്പ് രസം എന്ന് പറയും. നോർമലായിട്ട് ഈ പരിപ്പ് ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷെ അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ നിന്ന് തന്നെ രസം എടുക്കും. അങ്ങനെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. എൻ്റെ അപ്പയ്ക്കും എനിക്കും എൻ്റെ ബ്രദറിനും പിന്നെ ഞങ്ങളുടെ കസിൻസിൻ്റെ ഫാമിലി, അങ്ങനെ സെക്കൻഡ് കസിൻസ്, എൻ്റെ അപ്പയുടെ കസിൻസ്, അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇതാണ് പരിപ്പ് രസം. പിന്നെ അതിൻ്റെ കൂടെ കിഴങ്ങ് റോസ്റ്റ്. എനിക്ക് കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. കിഴങ്ങ് കൊണ്ട് എന്തുണ്ടാക്കിയാലും ഞാൻ കഴിക്കും. അപ്പം റയനും അതുപോലെ. അപ്പം പരിപ്പ് രസവും കിഴങ്ങുമാണ് എനിക്ക് ഏറ്റവും, എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം. എൻ്റെ അമ്മയുടെ ഫുഡാണ് ഏറ്റവും എനിക്കിഷ്ടം. അതിൽ പരിപ്പ് രസവും കിഴങ്ങുമാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ക്വസ്റ്റ്യൻസ് രജിത ചോദിച്ചിട്ടുള്ളത് ചൈൽഡ്ഹുഡ് കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ഞാനുണ്ടായത് കോയമ്പത്തൂരിലാണ്. എൻ്റെ അമ്മയുടെ വീട് കോയമ്പത്തൂരിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോയമ്പത്തൂരിലായിരുന്നു കുറച്ച് നാൾ. പിന്നെ എൻ്റെ അപ്പയുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെന്നൈ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെയാണ് എൻ്റെ ബ്രദർ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിന്നെയും തിരിച്ച് നീലഗിരി, അതായത് കുണ്ണൂരിൽ തന്നെ തിരിച്ചു വന്നു. ഇപ്പം ഞാനൊരു 4th സ്റ്റാൻഡേർഡ് മുതൽ ഞങ്ങൾ കുണ്ണൂരിൽ തന്നെയാണ്. പക്ഷെ എന്നാലും എൻ്റെ അപ്പയുടെ ഫാമിലി എല്ലാവരും അവിടെ കുണ്ണൂരിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രം ഇങ്ങനെ അവിടെയൊക്കെ പോയിട്ട് പിന്നെ അവസാനം തിരിച്ച് കുണ്ണൂരിൽ തന്നെ വന്നു. ഇപ്പം എന്ത് ചെയ്താലും ഞങ്ങൾ കുണ്ണൂരിൽ നിന്ന് എങ്ങോട്ടും പോകത്തില്ല. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് പേർക്കൊക്കെ ഹായ് താങ്ക്സ് ഒക്കെ പറയാമെന്ന് വിചാരിച്ചു. രജിത, ഇവരൊക്കെ സ്ഥിരം ഇങ്ങനെ കമൻറ്റൊക്കെ ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഓരോ കമൻസ് വായിക്കുമ്പോഴും നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്.
നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കും. അപ്പം ഈ പറയുന്ന എല്ലാവർക്കും ഹായും താങ്ക് യു ഉണ്ട്. പിന്നെ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. രജിത കെ, ബീന പി വി, ഫാബി ഇബ്രാഹിം, അഫ്സ, ഷെറിൻ അനീസ്, പിന്നെ ഷഹനാസ്, ഷിജു, മയിൽ കാർത്തി, പാർവതി സുകുമാർ, ദിവ്യ ബിബിൻ, സുദേവ് ശങ്കർ, ബിന്ദു മാത്യു, ലുബന കെ, അഞ്ജലി ഹാൻഡി വർക്ക്സ്, സഹാദി സിദ്ധി അഫ്സയുടെ സിസ്റ്ററാണ്, പ്രദീപ പി എസ്, ഷീജ കുമാരി, അനീസ, പിന്നെ ഷബ്ന നിസാം, അനൂസ് കുക്കിലെ അനുഷ, പിന്നെ കോട്ടൺ ഡയറീസിലെ നിമ്മി, മിശ്രിയ പെരൽ, അംബിക റാവ്, മരിയ കെ, സുജ സിമ്മി, പിന്നെ സഞ്ചാരി, അപർണ മേനൻ, ഷീബ HYBD ഹൈദരാബാദിൽ നിന്ന് തോന്നുന്നു, പിന്നെ നഹന നസറീൻ, റൊവീന സാമ്യുൽ, പാർവതി രാജ്കുമാർ, വിജി ഷൈജു, രോഹിത് സഞ്ജു, പിന്നെ പ്രവീണ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹായ്. ഇവരെല്ലാവരും എപ്പോഴും കമൻസ് ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി കമൻസ് മീൻസ് എ ലോട്ട് ടു മീ. അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, ഹാപ്പി ആക്കും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ എന്നെക്കുറിച്ച് ഒരു റഫ് ഐഡിയ കിട്ടിക്കാണും. അപ്പോൾ ഇനി ഞാൻ ഏപ്രിൽ ആകുമ്പോൾ എൻ്റെ വീട്ടിൽ പോവും. അപ്പോൾ എൻ്റെ വീട്ടിൽ പോകുമ്പം ഞാൻ എൻ്റെ വീടും എൻ്റെ അപ്പയും അമ്മേനെയൊക്കെ കാണിച്ചു തരാം. അപ്പം ഇനി നാളെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം. Until then, bye bye. If you like this video, please like, share and subscribe to my channel. Thank you for watching, and once again thank you a lot. Thank you so much. Love you all. Bye bye. Thank you.